ഹായ് ഹലോ അസ്സാം വലൈക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എൻ്റെ ഈ ചാനലിലുണ്ടല്ലോ ഞാൻ കൂടുതലും പുറത്തൊക്കെ വെക്കുന്ന, അതായത് ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കുന്ന പ്ലാന്റുകളുടെ പൊട്ടി മിക്സ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, പല ചെടികളുടേതായിട്ട്. പക്ഷേ നമ്മൾ വീടിനകത്ത്, അതായത് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കുന്ന പ്ലാന്റുകളുടെ പൊട്ടി മിക്സ് ഞാനിതുവരെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അഗ്ലോണിമ ഞാനൊരു കുഞ്ഞു ചട്ടിയിൽ വെച്ചതാണ് കേട്ടോ, മണ്ണെല്ലൊക്കെ കുത്തിപ്പിടിപ്പിച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് മാറ്റണം. ചെടി നന്നായി വരുന്നുണ്ട്, പക്ഷേ നമുക്ക് തൈകൾ വേറെ പുതിയ പുതിയ തൈകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിന് വളങ്ങളോ കുറവും അതുപോലെ കുഞ്ഞു ചട്ടിയിലൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ തൈകൾ പുതിയത് വരാത്തത് കേട്ടോ. അപ്പോൾ ഇതൊന്നും മാറ്റി നടണം. മാറ്റി നടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും പോട്ടി മിക്സ് ഒക്കെ വിശദമായിട്ട് പറയേണ്ട വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഈ ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് 2 ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഞാൻ 4 ഹോളും കൂടി കത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹോൾ കറക്റ്റ് എല്ലാവരും ഇടണം. നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഇതിന് ഹോളും കറക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും കരിയിലാണ് എല്ലാ ചെടിക്കും ഇടാറ്. പക്ഷേ ഇതിന് ഞാൻ അങ്ങനെ ഇട്ടുന്നില്ല. ഇത് നമ്മൾ നേരിട്ട് വെയിലത്തല്ല വെക്കുന്നത്, അതുകൊണ്ട് തന്നെ കരിയില ഒഴിവാക്കുക. ടൈൽ പീസുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചട്ടി, കുഞ്ഞു ചട്ടി വലിപ്പത്തിൽ മണലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറച്ച് വലിയൊരു ചട്ടിയിൽ നമ്മൾ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചകിരിച്ചോറ് കുറച്ച് മണലിനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം സോയിൽ ഞാനിതിൽ ചേർക്കുന്നില്ല. പിന്നെ ഈ ഒരു കുഞ്ഞ് ഒരു ഐസ്ക്രീം ബോക്സാണ്. അതിൻ്റെ ഒരു ഹാഫ് പോർഷനായിട്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചാണകപ്പൊടി അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. നമ്മളെ ചെടികൾ, ഈ ഇലച്ചെടികൾ എന്നൊക്കെ പറയുന്നത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. പൂവിടാനായിട്ടൊന്നും വളങ്ങളൊന്നും ഇതിൽ ചേർക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു പിടുത്തം എല്ലുപൊടിയും ചേർത്തിട്ടുണ്ട്. ഇത്ര മാത്രമാണ് കേട്ടോ നമ്മളുടെ വളം, അതായത് പൊട്ടി മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ചുമ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഇടയിലൊരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ വളങ്ങളെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കൂട്ടം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതെന്തായാലും നിങ്ങൾ ചേർക്കണം. ഇൻഡോറായിട്ട് വെക്കുന്ന എല്ലാ പ്ലാന്റുകൾക്കും നിർബന്ധമായിട്ട് ചെയ്യണം. അത് എന്താണെന്ന് വെച്ചാൽ പെർലൈറ്റാണ് കേട്ടോ. പെർലൈറ്റ് ചേർക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ചെടികൾക്ക് എക്സ്ട്രാ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു വെള്ളത്തിൻ്റെ നനവോ അധികമായി കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ പെർലൈറ്റ് പെട്ടെന്ന് നമ്മളെ ചെടികളിലത്തെ വെള്ളം വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ അകത്ത് വെക്കുന്നതോ അതുപോലെ സൺസൈഡിൻ്റെ കീഴൊക്കെയാണല്ലോ കൂടുതലും നമ്മൾ ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ വെക്കുന്നത്. അപ്പോൾ എന്തായാലും പെർലൈറ്റ് എന്തായാലും നിങ്ങൾ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം പിന്നെയും പറയുകയാണ്, ഇത് വീടിൻ്റെ അകത്ത് വെക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഒരുപാട് വളങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഇതിന് വെയിൽ കാര്യമായിട്ട് കിട്ടണില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവാനൊക്കെ ഒരുപാട് സമയവും ദിവസങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ചെയ്യരുത്. മണ്ണൊന്ന് ഡ്രൈ ആയിന്ന് കാണുമ്പോൾ മാത്രം നമ്മൾ ഇങ്ങനത്തെ ഇൻഡോർ ചെടികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതും സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്ന് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളെ പൊട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരുപാട് കുത്തി നിറച്ച് ചട്ടിക്ക് വെയിറ്റ് താങ്ങി പിടിക്കേണ്ട ബുദ്ധിമുട്ട് അങ്ങനത്തേനൊന്നും ഇടവരുത്തണ്ട. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട. ഒരു ഭാഗം പൊട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി വേര് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ കുത്തിപ്പിടിപ്പിച്ചതുകൊണ്ട് നമുക്ക് അതിൽ മണ്ണൊന്നും കളയാനൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടി ഞാൻ പൊട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിറച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പൊട്ടി മിക്സ്. സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പൊട്ടി മിക്സാണ്. പെട്ടെന്ന് നമുക്ക് തൈകൾ എന്തായാലും ഉണ്ടായി കിട്ടും കേട്ടോ. ഇതിൻ്റെ മറ്റുള്ള അപ്ഡേഷനൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോകൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചെടുത്തിട്ട് ഞാൻ വെക്കുന്നത് എന്ന് പറയുന്നത് സൺസൈഡിൻ്റെ, എൻ്റെ വീടിൻ്റെ സൺസൈഡിൻ്റെ താഴെയാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു വെയിലൊക്കെ കിട്ടും, എന്നാലും നേരിട്ടിട്ടുള്ള വെയിലൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ്